ഓക്കെ മാസ് വിവിഎ മീറ്റിംഗ് ആഫ്റ്റർ ഇപ്പൊ റീവാർ എന്താ പറയാൻ പോണേ? അറിഞ്ഞോ ബ്രോ? എന്തായിരുന്നു സിറ്റുവേഷൻ? നിങ്ങളല്ലേ വിളിച്ച ബ്രോ, നമ്മളല്ലല്ലോ. എന്താ വിളിച്ചത്? കുട്ടിയുടെ പേരെന്താ? നിങ്ങളിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് അല്ല ഈ തട്ടോട്ട് കുട്ടിയുടെ പേരെന്താ? അല്ല എന്നെ അടിച്ച് കേട്ടിട്ട് ഒന്നുമില്ല പറ പറഞ്ഞോ. അപ്പോ അതിന്റെ ബേസിലാണ് ഇത്രയും നടന്നത്. എന്തിന്റെ ബേസിൽ ബ്രോ കേൾക്കുന്നില്ല? ഹലോ കേക്കാല്ലേ? ഓർക്ക പറ ബ്രോ, ഒരു മിനിറ്റ്. വെറുതെ ആവശ്യമില്ലാണ്ട് പോണ ഇതിലായിരുന്നു. ആ പോണ ഒരു ഫ്ലോയില് വന്നിട്ട് നൈസായിട്ട് പൂക്കാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, വെറുതെ വന്ന് ഇടിച്ച്. അതിന്റെ ബേസിലാണ് ഇതൊക്കെ നടന്നിരിക്കണേ. നമ്മള് വെറുതെ വന്ന് നിങ്ങൾ പറഞ്ഞു നമ്മള് വെറുതെ വന്ന് ഇടിച്ചിട്ട് അങ്ങനെയാണോ? ഓക്കെ വിഷമായോ? എന്തിന് പല്ലെറിച്ചു വന്നണ്ടേ, അതുകൊണ്ട് വിഷമായി വെച്ചാ. പല്ല് തെറിച്ചുണ്ട്. ആ പല്ല് എല്ലാം തെറിച്ചോ. ഇനി നീ എങ്ങനെ ചവക്കോനി? ഇനി ഞാൻ ചവച്ചല്ലേ, തുപ്പി തെരഞ്ഞി ഇറക്കിയാ മതി. ഞാൻ ചവച്ച് തുപ്പി തെരഞ്ഞി ഇറക്കിയാ മതി. അല്ലയോ എടാ അത് സഹോദര ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ ഞാൻ സംസാരിക്കുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ട സംഭവം ഞാൻ പറഞ്ഞോട്ടെ എന്റെ സൈഡിൽ നിന്ന് കേൾക്കാവോ? നമ്മളിങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഒരു പാവപ്പെട്ട ഒരാള് ഇങ്ങനെ ബൈക്ക് വരുമ്പോ അവരെ ഇടിച്ചു തെറിപ്പിച്ചു നിങ്ങൾ ആൾക്കാർ. അത് ചോദിക്കാൻ വന്നപ്പോ നമ്മൾ പറയാ, അല്ലയോ മഹാനുഭൂവേ നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തതെന്നുള്ള ചോദിച്ചു. അപ്പോഴത്തേക്ക് നിങ്ങൾ എന്തോ ഒരു രീതിയിൽ കൊണക്കുന്ന രീതിയിൽ അവർക്ക് സംസാരിച്ചു. അതാ സംഭവം. അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇറങ്ങി സംസാരമായപ്പോഴത്തേക്കാണ് കൊണയായത്. നമ്മുടെ സൈഡിൽ നിന്ന് അതാണ് കേട്ടോ. നമ്മുടെ സൈഡിൽ നിന്ന് ആരെയാണ് നമ്മൾ ചോദിച്ചു, എന്തിനാ ആൾക്കാർ ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോകുന്നത്? അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ നിങ്ങൾ ഇടിക്കത്തില്ല, ബാക്കി എല്ലാവരും നിങ്ങൾ ഇടിക്കുമെന്നാണോ? എല്ലാരും വണ്ടി ബൈക്കുള്ളത്, നിങ്ങളെ വലിയ ഗ്യാങ് വണ്ടി ഉണ്ട്, അതുകൊണ്ട് വഴി കൂടെ പോകുന്ന ആൾക്കാർ ഗേറ്റ് കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ കൊണ്ടുപോവാന്നെന്നാ ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. ചോദിക്കുന്നത് ക്ലിയർ ആണോ ബ്രോ? നിങ്ങളുടെ കൂട്ടത്തിലാണോ ആരെങ്കിലും ഇടിച്ചിരിക്കണേ? ഇടി കൊണ്ടാൾ കുഴപ്പമില്ല, പിന്നെന്ത് പ്രശ്നം? നിന്നോട് പറഞ്ഞു കുഴപ്പമില്ല. കുഴപ്പമുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ നീ മീറ്റിംഗ് വിളിച്ച കാര്യം പറഞ്ഞോ? മീറ്റിംഗ് വിളിച്ച് നമുക്ക് വാറാട്ടേണ്ടിരിക്കാൻ താല്പര്യം. എന്താ വാറാട്ടേണ്ടിനാണ് സിറ്റുവേഷൻ. നമ്മൾ ഓൾഡൗൺ ആയി, നമുക്ക് എടുത്ത് വാറാട്ട. ഓൾഡൗൺ ആയി എങ്ങനെ ബ്രോ? ഓർമ്മ മറ്റേ ഗ്യാങ് ഹൗസിൽ വിളിച്ചിരിപ്പുണ്ടായി. അത് വിഷയമില്ല. അത് കണ്ടില്ല. വളിയിട്ട് വെച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അതെ ബ്രോന്റെ മുട്ടുന്ന ബ്രോ അതന്നെ. ഞാൻ ബ്രോനെ കൊണ്ട് അത് ഒന്നുകൂടി വലിച്ചു കയറണേ, വലിച്ചു കയറണേ. ഇവർക്കും കൊടുത്തോ? വലിച്ചു കയറ്റണേ. ലീഡർ ആരാ? എന്താ ക്രിസ്ത്യാനോ? ക്രിസ്ത്യാനോ? ഓക്കെ. എന്തിട്ട് ബ്രോ? അതാരാ? ലീഡർ ഇപ്പൊ വന്നിട്ടില്ല. ഇത് പിന്നെ കോലിഡേഴ്സ് ആണോ? ഞാൻ കൊല്ലിടറാ. എന്താ പേര്? ഡെൻവർ. എനിക്ക് തോന്നി ബ്രോ ഒരു മെച്ചൂർ ആയിട്ട് ബ്രോ പറഞ്ഞോ. വാറിയിക്കോ? അത് വേറെ കഴിഞ്ഞിട്ട് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് ബ്രോ. കോൺഫിഡൻസ് നമ്മുടെ കോൺഫിഡൻസ് കളിക്കും, ബാക്കി നമുക്ക് വരുന്ന വെച്ചിട്ട്. അങ്ങനല്ല, എന്നാലും പറ, കേൾക്കാനുള്ള ഒരു സുഖം. അറിയിക്കോ? അല്ല പറ, അറിയിക്കും. നമ്മൾ നമ്മുടെ മാക്സിമം എഫോർട്ട് ഇട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം, ബാക്കിയല്ല. അപ്പൊ കോൺഫിഡൻസ് ഇല്ല? അപ്പൊ കൂടുതലുള്ള കോൺഫിഡൻസ് പയ്യന്മാര് കോൺഫിഡൻസ് ഉണ്ട്. ഉണ്ടോ? കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ 100% ജയിക്കും. പക്ഷെ നമ്മള് ജയിക്കുക തോൽവിയൊക്കെ നമുക്ക് അത് കളിച്ചു കഴിയുമ്പോൾ അറിയാം. ബ്രോ ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയല്ലോ 100% കണ്ണുപൂട്ടി ജയിക്കുമെന്ന്. അതുപോലെ നമുക്ക് നമ്മുടെ ടീം കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ പിന്നെ ബ്രോ അങ്ങനെ പറയണ്ടേ? അത് പറയണ്ടേ? അല്ലെങ്കിൽ പിന്നെ കൂടെ ഉള്ളവന്മാരൊക്കെ ഒരു വലിയ മൂഞ്ചന്മാരെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. അങ്ങനെ വിചാരിക്കുന്നല്ലേ? ഞാൻ പറഞ്ഞു ബ്രോ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു കോൺഫിഡൻസ് ഇല്ല. യുവന്മാരെ കൊണ്ടൊന്നും നടക്കത്തില്ല, അടി കൊണ്ട് മെഴുകും.
അല്ല ബ്രോ ആ ഒരു ടൂണായിട്ടാ എനിക്ക് തോന്നിയത്. എനിക്ക് അങ്ങനെ ഒരു ടൂണാ അല്ലല്ല ബ്രോക്ക് കോൺഫിഡൻസ് കുറവുണ്ട്. അത് ഇവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അവർക്ക് തോന്നുന്ന കാര്യമല്ലേ ബ്രോ അത്? ബ്രോ നമുക്ക് തോന്നുന്ന കാര്യമല്ല, പിന്നെ ബ്രോയ്ക്ക് തോന്നുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റും. എന്താണ് എനിക്ക് തോന്നിയ കാര്യമല്ല ഞാൻ പറയട്ടെ. ബ്രോ എനിക്ക് വിശ്വാസം ബ്രോ. ഓക്കെ വിശ്വാസം ഉണ്ട്. അപ്പൊ 100% ജയിക്കും. 100% വിജയം. അതിൽ കുറഞ്ഞ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു ബ്രോ. അങ്ങനെ അതെന്തിനാ ഞാൻ പറയുന്നേ? അതല്ലേ പറയണ്ടേ? ബ്രോ നിങ്ങള് പറയുന്ന ഞങ്ങളിപ്പോ മുന്നോട്ട് വാറായിട്ട് താല്പര്യം. അത് പറ. ബ്രോയുടെ വാർ വിളിക്കാനല്ല പ്രഡിക്ഷൻ നടത്താനല്ല. അല്ലാണ്ട് ഇവിടെ ജാതകം പിന്നെ ആ രീതിയിൽ സംസാരിക്കണം, മനസ്സിലായോ? കഴിവേറി അറിയാത്ത ആൾക്കാർ കേട്ടോ. എനിക്ക് നിനക്ക് കേട്ടോ കേക്കോ നീയും നിന്റെ എല്ലാരും കഴിവേറികളാണോ? താളം വിടല്ലേ മക്കളെ, താളം വിടാൻ നമുക്ക് അറിയാത്ത. നമ്മള് മര്യാദയ്ക്ക് സംസാരിക്കും. ചുമ്മാ സൗണ്ട് ഒക്കെ സംസാരിക്കും. നമുക്കും അറിയാം സൗണ്ട് ഒക്കെ പൊക്കി സംസാരിക്കും. ചുമ്മാ അത് വേറെ നമുക്ക് അതിന്റെ ആവശ്യമില്ല, മനസ്സിലായോ? നമ്മള് മര്യാദയ്ക്ക് നല്ല കോൺവെർസേഷൻ അല്ലേ നടത്തുന്ന ട്രൈക്ക്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ കിടന്ന് കോണാന്ന് അതിന്റെ ഇടയ്ക്ക് ബാഗിൽ കിടന്ന് ഈ ഒരുമാതിരി നാണം കുണിയും കിടന്ന് ഈ പറയുന്നത്. അടികൊണ്ടല്ലേ പെണ്ണുങ്ങൾക്ക് വായ തുറക്കണം. നീ പറഞ്ഞോടാ, നീ പറഞ്ഞോ കുറച്ചും കൂടി. ഇല്ല നിങ്ങള് ഇത് ക്ലബ്ബാണോ ബ്രോ? അതല്ല ഇവിടെ ക്ലബില്ലല്ലേ, ഗ്യാങ് ആണല്ലേ? ഓക്കെ ബ്രോ ബ്രോയ്ക്ക് വേണേ ഒരു ഓഫർ തരാം. എടാ ലീവ് ചെയ്യടാ, ഒരാള് വണ്ടി എടുത്ത് ലീവ് ചെയ്യടാ. പറഞ്ഞില്ല ഇവിടെ ആൾ കൂടുതലാണ്. ബ്രോയ്ക്ക് എന്താണേലും കൂടെ ഉള്ളവരുടെ അല്ല ബ്രോ ഞാൻ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞേ. ബ്രോയ്ക്ക് ഇപ്പം കൂടെ ഉള്ളവന്മാരുടെ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഞാൻ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ബ്രോ. അല്ലേ അപ്പൊ ബ്രോ പറ 100% ഞങ്ങൾ തന്നെ വാറിയിക്കുന്നു പറ ബ്രോ. നിങ്ങള് പറയണ്ടോ ഞാൻ വേറെ ഇംഗ്ലീഷിലോ ജർമ്മനിലോ ഹിന്ദിയിലോ അതല്ലേ ഒരു സ്പിരിറ്റ്, അതല്ലേ ഒരു സ്പിരിറ്റ്. കൊച്ചിക്കുട്ടി മാറിയുന്നേ മൂലക്കോട്ട് പോയി നാണം കുണിക്ക് കളം വരാമോ? പോടാ അവിടെ പോയി കളം വരാ. അവിടെ പോയി കളം വരാ. മുന്നിലോടാ മുന്നിലെ വാടി ഇവനെ അങ്ങോട്ട് വിളിച്ചോണ്ട് അങ്ങോട്ട് മാറ്റി. ഇവനെന്താ അറിയുണ്ട് വലിച്ചു കയറ്റിക്കോറും മൂക്കില്. എല്ലാരും ഇവനെ വിളിച്ചോണ്ട് ആ മൂലക്കോട്ട് വിട്ടു കൊടുക്ക്. ഇവിടെ ഞങ്ങള് കാര്യമായിട്ടുള്ള കാര്യം സംസാരിക്കും. കട്ട വിട്ട് ഇറങ്ങിക്കോളും. എന്താണ് ബ്രോ ഉമ്മച്ചിക്കുട്ടിയാണോ വിചാരം? നമ്മള് കാര്യമായിട്ട് സംസാരിക്കുന്ന ഇടയില് വിഷമായ എന്റെ ഉമ്മച്ചിക്കുട്ടിക്ക് വിഷമായ പാലും ബിസ്ക്കറ്റും മാച്ചാർണ. ഉമ്മച്ചിക്കുട്ടിക്ക് വിഷമായ പാലും ബിസ്ക്കറ്റും മാച്ചാർണ. പാലും ബിസ്ക്കറ്റും മാച്ചാർണ. കൊച്ചിനെ സുറുമ വാച്ചാര വിഷമിക്കല്ലേ? കൊച്ചിനെ സുറുമ വാച്ചാര വിഷമിക്കല്ലേ? കൊച്ചെ വിഷമിക്കല്ലേ? സുറുമ വാങ്ങി തരാം. സുറുമ കൊച്ചെ സുറുമ വാങ്ങിച്ചു തരാം. വിഷമിക്കല്ലേ? നമ്മള് മര്യാദയ്ക്ക് സംസാരിച്ചോണ്ടിരുന്നപ്പോ തട്ട വിട്ട് ഈ കൊച്ചു നമ്മളെ റിയാക്ട് ചെയ്തില്ല. നമുക്ക് റിയാക്ട് ചെയ്യാൻ അറിയാത്തതല്ല. അല്ല നമുക്ക് റിയാക്ട് ചെയ്യാൻ അറിയാത്തതല്ല, മനസ്സിലായോ? അതിലും നല്ലോണം പറയാനൊക്കെ എല്ലാവർക്കും അറിയാം, മനസ്സിലായോ? അപ്പൊ പിന്നെ ഈ തെറി വിളിക്കുന്ന പരിപാടി അതിന്റെ ആവശ്യമില്ല. ബ്രോ അത് ചില്ലാണേലും ബ്രോയുടെ കൂട്ടത്തിൽ നിന്നുള്ള അങ്ങനെ വിളിച്ചോ. വില ആയിരുന്നില്ല.
മനസ്സിലായോ? എനിക്ക് അങ്ങനെ തോന്നിയേ. കോലീഡറാടാ, കുറച്ച് വില കൊടുക്കടാ. എടാ തട്ട വിട്ട മോനെടാ. എന്നോടാ മോനല്ല മോള് ഇവൻ പിന്നെ റേജ് ആയി കണ്ടാ. പിണങ്ങിപ്പോയി. അയ്യോ പിണങ്ങിയടാ. പോട്ടെ, കളം വരെ അവിടെ കുറച്ചു നേരം. നീ ഒരു 5 അടി മാറിക്ക്. നീ ഏതാ ഇനി? നീ 5 അടി മാറിക്ക്. നിന്നെ വിളിക്കാം. നീ 5 അടി മാറിക്ക്. നീ 10 അടി മാറിക്ക്. നീ 10 അടി മാറിക്ക്. ആമ്പിള്ളേര് സംസാരിക്കാനടാ. എടാ തമ്മേ പൂച്ച പെണ്ണെ നിങ്ങൾ കടിക്കോ ബ്രോ? എങ്ങനെയാ ഉമ്മച്ചിക്കുട്ടിയുടെ പേരെന്താ? ഒരു മീറ്റിംഗ് നീ കടിക്കുവാ? നീ ഈമ്പലല്ലേ? സോറി നീ ഈമ്പലല്ലേ? സോറി നീ കടിക്കലല്ലേ? എന്റെ മുത്തല്ലാണ്ടായി പോയി. സൂപ്പർ ആര് സംസാരിക്കുന്നത്? പച്ചമുടിയാന്നാ? സെന്ററില് എടാ പെണ്ണുങ്ങളോട് ഞാൻ സംസാരിക്കൂല. നീ പോയെ. 10 അടി മാറിയില്ല. നീ മാറിയില്ല. പെണ്ണുങ്ങള് ബൂസ്റ്റ് വേണം. ഫൈനലി മീറ്റിംഗ് തീർന്നു. അപ്പൊ BBA വാറ വിളിക്കും. അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.